മോർണിംഗ് അഖില മിസ് ആണ്. സോ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും നമ്മൾ എല്ലാവരും. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ ബേസിക് സയൻസിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ പരീക്ഷയിൽ ആനുവൽ എക്സാമിൽ ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ ഇന്ദ്രിയജാലം അല്ലെ, മാജിക് ഓഫ് സെൻസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഒരുപാട് സെൻസ് ഓർഗൻസ്, ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. യെസ് മക്കൾ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഓരോ പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം അല്ലെ, നമ്മുടെ കയ്യിലൂടെ ഒരു ഉറുമ്പ് എഴഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിരിക്കുകയാണ്. നമ്മൾ ഉറുമ്പിനെ കാണുന്നില്ലെങ്കിൽ പോലും, ഉറുമ്പ് നമ്മുടെ കടിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഒരു നീക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട്. കയ്യിൽ ഒരു മുള്ളു കൊണ്ടാൽ നമ്മൾ അറിയാറുണ്ട് അല്ലെ. ചൂടുള്ള ഒരു കപ്പ് ചായ നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്ന് നമ്മൾ പോയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിന് ചൂടാണ് എന്നുള്ളത് നമ്മൾ അറിയാറുണ്ട്. ഐസ് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുന്ന ഒരു ജ്ഞാനേന്ദ്രിയമുണ്ട്, ഒരു സെൻസ് ഓർഗൻ ഉണ്ട്. യെസ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായിട്ടുള്ള, ഏറ്റവും വലിയ ഓർഗൻ ആയിട്ടുള്ള സ്കിൻ അല്ലെങ്കിൽ ത്വക്കാണ് അല്ലെ. അപ്പൊ വി സെൻസ് ടച്ച് ബൈ മീൻസ് ഓഫ് സ്കിൻ. യെസ്, ത്വക്ക് എന്ന് പറയുന്ന നമ്മുടെ ജ്ഞാനേന്ദ്രിയത്തിലൂടെയാണ് സ്പർശനം എന്ന് പറയുന്ന അനുഭവം നമുക്ക് ഉണ്ടാവുന്നത് അല്ലെ. സ്പർശനത്തിലൂടെ, ടച്ചിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാറില്ലേ, ഒരുപാട് നോളജ് നമുക്ക് കിട്ടാറില്ലേ. എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു ബോൾ ഞാൻ കയ്യിൽ പിടിച്ചു, ആ ബോളിന്റെ ആകൃതി എന്താണ്, അല്ലെങ്കിൽ അത് സോഫ്റ്റ് ആണോ, അത് ഹാർഡ് ആണോ അല്ലെ, അതൊക്കെ നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചൂടാണോ ഒരു വസ്തുവിന്, തണുപ്പാണോ ഒരു വസ്തുവിന് അല്ലെ, എത്രത്തോളം വലുപ്പമുണ്ട് എന്നൊക്കെ ഏകദേശം നമുക്ക് തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാ. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അതിലൂടെ തിരിച്ചറിയാൻ പറ്റുമോ? അതുമില്ല. ഇപ്പൊ ഈ ബോളിന്റെ നിറങ്ങളൊന്നും ഒരിക്കലും തൊട്ട് നോക്കിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ. അത് നമ്മൾ കണ്ടാലേ മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ ത്വക്ക് എന്ന് പറയുന്ന, സ്കിൻ എന്ന് പറയുന്ന ജ്ഞാനേന്ദ്രിയത്തിലൂടെ, സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം അല്ലെ. ഈ കാണുന്നതൊക്കെ യെസ്, എത്രത്തോളം സ്മൂത്ത്നെസ് ഉണ്ട് എന്നൊക്കെയുള്ളത് ഈ പറയുന്ന ടച്ചിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മുടെ ത്വക്ക്, നമ്മുടെ സ്കിന്നിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണം. കാരണം ഒരു ജ്ഞാനേന്ദ്രിയം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ ത്വക്ക് ഒരുപാട് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരുപാട് ധർമ്മം വഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാടാ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഒരു ജ്ഞാനേന്ദ്രിയമാണ് അല്ലെ. സ്പർശനം അല്ലെങ്കിൽ ടച്ചിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സ്കിന്നാണ്, നമ്മുടെ ത്വക്കാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് മുഴുവനായിട്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, പൊതിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ. ഈ പറയുന്ന ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ടടാ, നമ്മുടെ ത്വക്ക്, ഈ പറയുന്ന സ്കിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് മിസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം അല്ലെ, ദ സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തെ മൊത്തമായിട്ട് കവർ ചെയ്ത് ഇറക്കുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ബോഡീനെ മൊത്തമായിട്ട് കവർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഓർഗൻ, ഏറ്റവും വലിയ അവയവമാണ് ഇത്, നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്കിന്നിന്റെ ഫങ്ഷൻസ് ആണ് ഇനിയുള്ള ഓരോ സെന്റൻസിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്. കൃത്യമായിട്ട് മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിനെ മുഴുവനായിട്ട് കവർ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ, യെസ്, പാത്തോജൻസ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മൾ രോഗങ്ങളുടെ പാഠഭാഗത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. രോഗാണുക്കൾ ശരീരത്തിലേക്ക് കയറുന്നു, അത് തടയാൻ വേണ്ടിയിട്ട് അവരെ തടഞ്ഞു നിർത്തുന്ന ഒരാൾ കൂടെയാണ് ആര്, നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ ത്വക്ക് എന്ന് പറയുന്നത്. കാരണം മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിൽ സ്കിൻ ഹാസ് എ റോൾ ഇൻ കൺട്രോളിങ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആൻഡ് എലിമിനേറ്റിംഗ് വേസ്റ്റ് ത്രൂ സ്വെറ്റ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ വേർക്കാറില്ലേടാ, നമ്മൾ വേർക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് മാലിന്യങ്ങൾ, ഒരുപാട് വേസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, എലിമിനേറ്റ് ആവുന്നത്, പുറന്തള്ളപ്പെടുന്നത് അല്ലെ. അപ്പൊ അവിടെയും പ്രധാനപ്പെട്ട ഒരു പങ്ക് ആര് വഹിക്കുന്നുണ്ട്, നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള നമ്മളുടെ സ്കിൻ അല്ലെങ്കിൽ ത്വക്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ഒരു ജ്ഞാനേന്ദ്രിയമാണ്, ഒരു സെൻസ് ഓർഗൻ ആണ്, ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ്, ഏറ്റവും വലിയ ഓർഗൻ ആണ്, നമ്മുടെ ശരീരത്തെ മൊത്തമായിട്ട് കവർ ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മറ്റു ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ടച്ചിലൂടെ, സ്പർശനത്തിലൂടെ കാര്യങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അത് കൂടാതെ തന്നെ എന്തൊക്കെയുണ്ട്, പാത്തോജൻസിനെ അല്ലെ, രോഗാണുക്കളെ കയറ്റുന്നത്, നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുന്നത് തടയാൻ ഇവർക്ക് പറ്റുന്നുണ്ട്. ഒരു പരിധി വരെ ഇവരെ തടഞ്ഞു നിർത്തുന്നു. അതുവഴി നമ്മൾ ഇവരെന്ത് ചെയ്യാണ്, പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അത് മാത്രമല്ല, ഈ പറയുന്ന സ്വെറ്റിലൂടെ, അതായത് വിയർപ്പിലൂടെ ഒരുപാട് വേസ്റ്റ്, നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറന്തള്ളപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. അതുപോലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അല്ലെ, ശരീരത്തിന് ഒരു ചൂടുണ്ട്, ആ ചൂട് നിയന്ത്രിക്കുന്നതും
ആരിലൂടെ തന്നെയാണ് നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ത്വക്ക് വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. അപ്പൊ ഈ പറയുന്ന സ്കിന്നിനെ, ഈ പറയുന്ന ത്വക്കിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, ഹൈജീനിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ദിവസവും 2 നേരം കുളിക്കാറൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ ത്വക്കിനെ നല്ല വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ഒക്കെ എന്ത് ചെയ്യണം, ഒരു കെയർ നമ്മൾ കൊടുക്കണം. അതായത് വി ഷുഡ് ഡ്രിങ്ക് സഫിഷ്യന്റ് വാട്ടർ അല്ലെ, ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സാധാരണ കിഡ്നിയുടെ പ്രവർത്തനത്തിലൊക്കെ നമ്മൾ വെള്ളം കുടിക്കണം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്ന്, നമ്മുടെ ത്വക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിന് വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം, അതായത് ഇലക്കറികളും പഴങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ പുറത്ത് കാണുന്ന ഈ പറയുന്ന വൃത്തിയാക്കൽ മാത്രമല്ല, അകത്തുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ടുള്ള കെയർ നമ്മൾ കൊടുക്കണം. അതായത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഏറ്റവും വലിയ അവയവമായിട്ടുള്ള സ്കിൻ അല്ലെങ്കിൽ ത്വക്കിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലെ. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ നോക്കുക, പൊള്ളലേൽക്കാതെ നോക്കുക എന്നൊക്കെ ഉള്ളത് എക്സ്ട്രാ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഈ പറയുന്ന കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കുഞ്ഞു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പോയിന്റുകളെല്ലാം കൃത്യമായിട്ട് മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. കാരണം ആനുവൽ എക്സാമിന് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമുക്ക് ഫുൾ മാർക്കും മേടിക്കാൻ സാധിക്കണം. അപ്പൊ ഇതേപോലെയുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇതേപോലെയുള്ള നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.